അല്ല ഞാൻ ഷീല മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണായിരുന്നു. അപ്പം മാം ഇങ്ങനെ പറയുകയാണ്, കൊച്ചൗസേപ്പ് എന്തെങ്കിലും പൈസ ചെലവാക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഞാനും മക്കളൊന്നും അങ്ങനെയല്ല എന്നുള്ളത്. സാറിന് ആ ശീലത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നോ? സാർ പുറത്തിറങ്ങിയോ? ഇപ്പോഴും മാറ്റില്ല, പഴയ പോലൊക്കെ തന്നെ ആണ്. നമുക്ക് ജീവിക്കാൻ അധികം പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അപ്പൊ പിന്നെ വേറൊന്നും വാങ്ങിക്കാനുള്ള ചാൻസ് ഇല്ലാത്ത ഗതികേടാണ്. അത് ശരി. അങ്ങനെ തന്നെയാണോ ഈ അച്ഛൻ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാദർ ആയിരുന്നോ വളർത്തിയത് മുഴുവൻ? ഐ മീൻ ഡാഡിക്ക് എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ വാല്യൂസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ടൈം കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യണം, ചെയ്യുന്ന എന്താണെങ്കിലും മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു വാശിയുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഇത് ഞങ്ങളുടെ അടുത്തും സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല, എല്ലായിടത്തും. അത് നമ്മുടെ ഓർഗനൈസേഷനിലും അങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും ഫ്രീഡം ഉണ്ട്, യു ക്യാൻ ഡു വാട്ട് യു വോണ്ട്. അങ്ങനെ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയി പറഞ്ഞ് ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പണിഷ്മെന്റോ വഴക്കോ ഓർമ്മയിലുണ്ടോ? കുറേ ഉണ്ട്. പക്ഷേ ഐ മീൻ ഡാഡിക്ക് ടൈം കോൺഷ്യസ് ഭയങ്കര ഇതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പണ്ടൊക്കെ ഞങ്ങൾ ഈവൻ ഒരു ട്രിപ്പിന് പോവുകയാണെങ്കിൽ പോലും ഇപ്പം 9 o'clock റെഡി അല്ലെങ്കിൽ ഡാഡി ചൂടാവും. അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. ബട്ട് ഐ തിങ്ക് എല്ലാം നല്ലൊരു ഇതിനാണ്. ഐ മീൻ അങ്ങനെ ഒരു ഓവറായിട്ടൊരു ഇത് വന്നിട്ടില്ല. ഡാഡിയുടെ ഒരു അത് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ടാക്സി ആയിക്കോട്ടെ, ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ, അയാളോട് ഒരു സമയം പറഞ്ഞ് ആ സമയത്ത് അവിടെ വന്ന് കിടക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ആ സമയത്തിന് ഇറങ്ങിക്കൂടാ, എന്നാലല്ലേ നമ്മൾ ആ പരിപാടികൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ആണല്ലേ?